വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതോടെ ഞാൻ പറഞ്ഞതുപോലെ കടുത്ത അതൃപ്തിയുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും സതീശനാണ് മുഖ്യമന്ത്രി എന്ന് അറിയിച്ചതിന് പിന്നാലെ വീടിന്റെ പിന്നിലെ വഴിയിലൂടെ രമേശ് ചെന്നിത്തല പുറത്തേക്ക് പോയി. കോൺഗ്രസ് MLA-മാരുടെ നിയമസഭാ കക്ഷി യോഗവും രമേശ് ചെന്നിത്തല ഇപ്പോൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ രമേശ് ചെന്നിത്തല രാവിലെ എത്തി. അപ്പോഴും മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് സതീശനാണ് മുഖ്യമന്ത്രി എന്നറിയിച്ചതോടെ മുതിർന്ന നേതാവ് എന്ന പരിഗണന നൽകിയില്ലെന്ന അതൃപ്തി പങ്കുവച്ചു. അതോടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെയും രമേശ് ചെന്നിത്തല ഫോണിൽ വിളിച്ചു. തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് മനസ്സിലാക്കിയതോടെ വീടിന് പുറകുവശത്തെ വാതിലിലൂടെ രമേശ് ചെന്നിത്തല പുറത്തേക്ക് പോയി. ഇക്കാര്യം ഒപ്പം നിൽക്കുന്ന MLA-മാരായ അൻവർ സാദത്തും ജ്യോതികുമാർ ചാമക്കാലയും മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഇപ്പൊ മുഖ്യമന്ത്രിയല്ല തീരുമാനിച്ചുള്ളൂ, ബാക്കി കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കേണ്ടതേ. എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നേ? അദ്ദേഹം പലപ്പോഴും ആ വഴി ഉപയോഗിക്കാറുണ്ട്. അദ്ദേഹം പോയി എന്താ അദ്ദേഹത്തിന്റെ വീട്ടിലെ വഴിയല്ലേ ഉപയോഗിച്ചത്. തൊട്ടു പിന്നാലെ നിയമസഭാ കക്ഷി യോഗത്തിലും പങ്കെടുക്കില്ല എന്ന് ചെന്നിത്തലയുടെ ക്യാമ്പ് അറിയിച്ചു. എങ്കിലും സതീശനെ പിന്തുണയ്ക്കുന്നുവെന്ന കത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് രമേശ് ചെന്നിത്തല നൽകി. RCയെ തണുപ്പിക്കാനുള്ള നീക്കങ്ങളൊന്നും KPCC-യുടെയോ ഹൈക്കമാൻഡിന്റെയോ ഭാഗത്തു നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. മന്ത്രിസഭയിൽ പ്രധാന പദവി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദമാണ് രമേശ് ചെന്നിത്തല നടത്തുന്നതെന്ന വികാരമാണ് വി.ഡി. സതീശൻ ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.